ഗൈസ് ഇതാണ് ഫൈനൽ പാർട്ട് 800ൻ്റെ ഇതിൻ്റെ ബൊമ്പറൊക്കെ വെച്ച് സെറ്റാക്കി. അതെങ്ങനെയാ വെച്ചാൽ ഗൈസ് ഇവിടെ ഒരു കാർഡ്ബോർഡ് വെച്ച് അപ്പം വടിയും ഒന്ന് ഇവിടെ ഉണ്ടോ ഇവിടെയും വെച്ച് അതിൻ്റെ മേലെ ഇതും വെച്ച് അപ്പോൾ ഒരു 3 കാർഡ്ബോർഡ് വെച്ച് അപ്പം ഇങ്ങനെ പൊന്തിരുന്നു. അതുപോലെ പാക്കും ചെയ്ത് നല്ല സ്ട്രോങ്. അപ്പോൾ ഗൈസ് നമുക്കൊരു സാധനം ഞാൻ കാണിച്ചിട്ട് നമ്മളുടെ ഉണ്ണിയില്ലേ, ഉണ്ണി ഞാൻ ഇവിടെ നിർത്തിയിടാന്ന് വിചാരിച്ചു ആ ഗാരേജിൻ്റെ ഉള്ളിൽ. പക്ഷെ ഗൈസ് ഇതൊക്കെ കേറില്ല. ഞാൻ ഇവിടെ നല്ല എന്തുണ്ട് കേറില്ല, എന്താ കേറില്ല. ഇല്ലെങ്കിൽ ഇതങ്ങനെ പൊന്തിച്ചു കൊടുക്കണം. അപ്പോൾ ആ കയറ്റുമ്പോൾ അല്ലേ ഗൈസ് അടിയും തട്ടും മുൻഭാഗം തട്ടും. ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം അവിടെ ഇടാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മാരുതി 800 അവിടെ ഇടും. അതുവരെ ജിപ്സിൻ്റെ ഒപ്പം കൂടെ നോട്ടെ. അപ്പം ഇവിടെ അങ്ങനെ മൂടിയിട്ടും ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ വെച്ചില്ല. പ്ലാറ്റ്ഫോം നമ്മൾ വെക്കും. അപ്പം അതെങ്ങനെ വെക്കാൻ നോക്കാം. ഇനി കാർഡ്ബോർഡ് എടുക്കാം. ഈ കാർഡ്ബോർഡ് പറ്റുമോ നോക്കാം. ഓ കറക്റ്റ്. നമുക്ക് അളവെടുക്കണം. പെൻസിലെടുക്കാം. അത് ഗേജിൽ നിന്ന് എടുത്തു. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോ വരും. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു വടിയും വരച്ച് ഇത്തിരി വരച്ച് അവിടെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വര, അവിടെ നമുക്ക് വെട്ടുണ്ട്. ടയർ ഗൈസ് നമ്മൾ ചെറുതാണ്, ഒന്നിൻ്റെ കട്ടി ചെറുതാവും. അപ്പോൾ ഗൈസ് വെട്ടിയിട്ട് കാണാം. നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പം സെറ്റായി. എന്നിട്ട് ഇവിടെ വരച്ച 2 ലൈനിൽ ഗൈസ് ഇതിൽ ഇവിടെ നമുക്ക് വരയ്ക്കാം. ഒരു വരയോടെയും നമുക്ക് ഇതിൽ 2 കെട്ടുണ്ട്. ഉണ്ട് ഡിഫറൻസ് ഇത് കണ്ടോ, ഇത് 2 കാർഡ്ബോർഡ് ഒരുമിച്ചുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഒറ്റൊന്നുള്ളൂ. ഇവിടെ ഉണ്ട് ഒറ്റൊന്നും. ഇതും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ടയറിന് ഇതാണ് എടുക്കുക. മറ്റേതാകുമ്പോൾ 6 വട്ടം വരയ്ക്കണം. ഇതാകുമ്പോൾ 3 വട്ടം വരച്ചാൽ മതി. ഗൈസ് കട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പം വേസ്റ്റ് ബോക്സ് ഇതും അങ്ങനെ കട്ട് ചെയ്യാം. നമ്മൾ മുന്നേ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കാണ്. അപ്പം ബാക്കും വരച്ച്
വെച്ചിട്ട് കട്ട് ചെയ്ത് ഇപ്പൊ ക്യാമറ അടിച്ച് തെറിച്ച്. അപ്പം ബാക്കും സെറ്റായി നമുക്ക് വെച്ചോ. വെച്ച് അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഇനി നമുക്ക് ടയർ സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇത് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ വേഗം പണി ചെയ്യും. എങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പം നമ്മൾ ഗാരേജിൽ നിന്ന് പശ എടുക്കുന്നു. മാറ്റുന്നു. ഗൈസ്, ഈ പശയില്ലേ നല്ല സ്ട്രോങ്ങാ. മറ്റേ ഒട്ടും ചെയ്യും. പിന്നെയാണെങ്കിൽ പൊളിക്കുണ്ട്. വശിച്ച് തേക്കുന്നു. ഈ ഭാഗം പടിയും വരയ്ക്കാം. സെറ്റ്. ഇനി നമ്മൾ ഈ ഉടനെ കുറച്ച് കനമുള്ള സംഭവം എടുക്കാം. അപ്പോൾ ടൈൽസ് എടുക്കുന്നു. അവിടെ നോക്കാം. അയ്യോ, അവിടെ ഇത്തിരി വീട്ട് കൊടുത്തു. അവിടെയാണ്. ഇവിടെ എന്തെങ്കിലും വേറെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊന്നും തന്നെ ടയർ സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. മാരുതി 800ൻ്റെ 90% പണി കഴിഞ്ഞ് അടിഭാഗം സെറ്റായി, ബോഡി സെറ്റായി, ചേസ് സെറ്റായി. ഇനി ടയേഴ്സാണ്. ചേസിൻ്റെ മേലുള്ള ഇപ്പം ടയർ എടുക്കാം. ജിപ്സിൻ്റെ ബാക്കിൽ ടയറുണ്ട്. അപ്പം നമുക്ക് ജിപ്സിൻ്റെ ബാക്കിൽ നിന്ന് ടയർ എടുക്കാം. അപ്പോൾ ടയർ എത്തി 3 ഉള്ളൂ. അപ്പം നമുക്ക് ഇത് പറഞ്ഞയക്കാം. കൂടെ ഉണ്ണിയുണ്ട്. അപ്പോൾ കരിച്ചിലേക്ക് വരാം. അപ്പോൾ ടയർ ഇവിടെ സെറ്റാക്കി നമുക്ക് തുള ഉണ്ടാക്കാം. അപ്പോൾ തുള ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈൻ്റെ ഉള്ളിൽ കൂടെ ഭയരുത്. അപ്പോൾ 2 സെറ്റായി. ലാസ്റ്റ് അപ്പം അതും സെറ്റായി. ഇരുമ്പൊക്കെ ഒട്ടിക്കാം. അപ്പം എല്ലാതും ഇട്ട പോലെ തന്നെ ഇടുക. എന്നിട്ട് ഒന്ന് തിരിച്ചു വെക്കുക. ഏത് ഭാഗം ഫിറ്റാവുന്ന രീതിയിൽ വെക്കുക. വട്ടമുള്ള ഷേപ്പാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, പശ ഇവിടെ എത്തിയിട്ടുണ്ട്. പശേൻ്റെ അത് തുറക്കാൻ പാട്. നമുക്ക് ഇവിടെ ഓരോരുത്തരെയും ഒട്ടിക്കാം. അയ്യോ,
ഇതോടെ വെച്ചു, ഇതും കൂടെ വെച്ച് ലെവലാക്കണം, ഒരേ ഇതിൽ വരണം. അപ്പോൾ ഇത് നോക്കി ഒന്ന് കറക്കിയിട്ട് ലെവലാക്കണം. ആ പശ എല്ലായിടത്താവണം. നമുക്ക് അപ്പോൾ ഇതവിടെ വെക്കുന്നു, ഇതവിടെ വെക്കുന്നു. ഇനി ആ സെറ്റ് മുമ്പ് കാണാം. സെറ്റ് കിട്ടിയാണ്. അപ്പോൾ ഗൈസ് ടയർ ഇവിടെ സെറ്റായി. ഇങ്ങനത്തെ 3 മുമ്പടി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് അയ്യോ 3 വന്നു. നമുക്ക് ഇതിൽ ഗ്രിപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രിപ്പ് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണ്ടല്ലേ, ഇതിങ്ങനെ തന്നെ നോട്ടെ. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്യണം. അതെങ്ങനെയാണ് കാണിച്ചുതരാം. ഹലോ ഗൈസ്, നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പെയിൻ്റ് എത്തി, നമുക്ക് അടിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒന്നിട്ടു, ബ്ലാക്കാണ്. അപ്പോൾ ഗൈസ് അടിച്ചിട്ട് കാണാം. ഗൈസ് 800ൻ്റെ പണി കഴിഞ്ഞു. ഇത് കഴിഞ്ഞില്ല ടയർ. എന്താ ഗൈസ് ടയറൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി. നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ ടയറും വന്നു. നമ്മൾ വണ്ടി കട്ടപ്പുറത്ത് വെക്കണ്ട, എടുക്കുന്നു. അപ്പോൾ ഇവിടെ കയറ്റുന്നു, ഇവിടെയും അല്ല, ഇത് ബാക്കത്തെ വീലിപ്പ് വീലും വെച്ചു. നമുക്ക് അടുത്ത വീലും വെക്കാം. അപ്പോൾ ഗൈസ് ഇത് വെക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് മുന്നിൽ വെച്ച്, അപ്പോൾ മുന്നിലേക്ക് ഇങ്ങനെയാണ്. നമ്മളടുത്ത വണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അതേതാണ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അപ്പം ഗൈസ് ബാക്കും വെച്ച് അപ്പം ഇങ്ങനെയാണ് അടിഭാഗം. ഗൈസ് വണ്ടി സെറ്റായി. അതാണ് വണ്ടി. ഗൈസ് ബാക്കും സെറ്റായി. ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എത്രയ്ക്കുള്ളൂ. ബൈ.